വലഖദ് കറംന ബനി ആദം, മനുഷ്യരെ നിശ്ചയം നമ്മൾ ആദരിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരാശയമാണ്. മനുഷ്യരെ ആദരിച്ചു എന്നാണല്ലോ പറഞ്ഞത്, അവിടെ മുസ്ലിംകളെ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മനുഷ്യന്റെ ഡെഡ് ബോഡി മ്ലേച്ഛ വസ്തുവാണോ അല്ലേ, അഥവാ നജസാണോ അല്ലേ എന്ന ചർച്ച കർമ്മശാസ്ത്ര രംഗത്ത് വന്നപ്പോൾ അവിടുന്ന് പഠിപ്പിച്ച ആശയം നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇരുന്ന് ഫതുഹുൽ മഈൻ രചിച്ച മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മഈനിൽ ഈ ആയത്ത് തെളിവിനുദ്ധരിച്ചു. മനുഷ്യന്റെ ഡെഡ് ബോഡി മ്ലേച്ഛ വസ്തുവല്ല, അത് മാലിന്യമല്ല, അത് നജസല്ല. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ നമ്മൾ ബഹുമാനിച്ചു, ആദം സന്തതികളെ ബഹുമാനിച്ചു. അവിടെ ആദം സന്തതികൾ, മനുഷ്യർ എന്നതാണ് പ്രയോഗം, മുസ്ലിങ്ങളെ എന്നല്ല. അപ്പം മനുഷ്യൻ മനുഷ്യനാണ് എന്ന നിലക്ക് തന്നെ മനുഷ്യൻ ആദരിക്കപ്പെടേണ്ട, ആദരിക്കപ്പെട്ട ഒരു ജീവിയാണ്, മറ്റ് ജീവികൾ പോലെ അല്ല. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നത് വായ വൃത്തിയാക്കിയിട്ടാണ്, കൈ വൃത്തിയാക്കിയിട്ടാണ്, പ്ലേറ്റ് വൃത്തിയാക്കിയിട്ടാണ്. കഴിക്കുന്ന ഭക്ഷണം പലപ്പോഴും കഴുകി വൃത്തിയാക്കിയിട്ടാണ്. എന്നാൽ മൃഗങ്ങൾ ഇങ്ങനെയൊന്നുമല്ല. അവകൾ കിട്ടുന്നത് അങ്ങനെ തന്നെ തിന്നുകയാണ്. എന്ന് മാത്രമല്ല, നമ്മളെ കൈകൊണ്ട് എടുത്ത് നമ്മൾ ഉയർത്തിപ്പിടിച്ച നമ്മുടെ തൊള്ളയിലേക്ക് ആ ഭക്ഷണം കൊണ്ടുപോയി ഇടുകയാണ്. മൃഗങ്ങളും മറ്റു പല ജീവികളും അതിൻ്റെ മുഖം നിലത്ത് വെച്ച് ഉരസിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. മറ്റു പല ജീവികളും നമുക്കറിയാം, അവകൾ വിസർജിച്ചതിന് ശേഷം അതിൻ്റെ മേലെ തന്നെ കിടന്ന് ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുകയാണ്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ വൃത്തിയോടുകൂടി കിടക്കുകയും നടക്കുകയും ജീവിക്കുകയുമാണ്. മനുഷ്യൻ മറ്റ് ജീവികളെപ്പോലെ മറ്റൊരാളുടേത് ആക്രമിച്ച് പിടിച്ചെടുക്കേണ്ടവൻ അല്ല. അതേപോലെ കുരങ്ങുകളെപ്പോലെ പരസ്പരം കൊഞ്ഞനം കാട്ടേണ്ടവർ അല്ല. മനുഷ്യൻ പരസ്പരം കോഴികളെപ്പോലെ കൊത്തേണ്ടവർ അല്ല. മനുഷ്യൻ പരസ്പരം പൂച്ചയെപ്പോലെ മാന്തിപ്പറിക്കേണ്ടവർ അല്ല. മനുഷ്യന് നൽകപ്പെട്ട ബഹുമാനം, അത് ഏറ്റവും വലിയ ബഹുമാനത്തിൽ ഒന്നാണ് തിരിച്ചറിവ്, വിവേകം. ആ വിവേകമുള്ള മനുഷ്യൻ മനുഷ്യനായി തീരണം. അങ്ങനെയാകുമ്പോൾ മനുഷ്യൻ മനുഷ്യർക്കൊപ്പമായിരിക്കും. നമ്മുടെ പ്രമേയം മനുഷ്യർക്കൊപ്പം എന്നതാണ്. ഈ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇപ്പോൾ പെട്ടെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രമേയം അല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ ഉടനീളം പഠിപ്പിച്ച ഒരു പ്രമേയമാണ്. മനുഷ്യർക്കൊപ്പമാകണം എന്നത്. മനുഷ്യർക്കൊപ്പമാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില അർത്ഥസാരങ്ങളാണ് നേരത്തെ മഹാനായ ശൈഖുന ഉസ്താദ് അവറുകളടക്കം വിശദീകരിച്ചത്. ഉസ്താദ് അവറുകളെ സംബന്ധിച്ച് മനുഷ്യത്വത്തിൻ്റെ പ്രചാരകൻ എന്ന അർത്ഥത്തിൽ പ്രസംഗിച്ച ഒരു മാന്യ വ്യക്തി പ്രവാചകൻ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ ജനങ്ങൾക്കും അറിയാം. പ്രചാരകൻ എന്ന അർത്ഥമാണ്. അദ്ദേഹം ചിലപ്പോൾ ഒറ്റ പ്രവാചകനിലും തന്നെ വിശ്വസിക്കാത്ത വ്യക്തിയായിരിക്കും. പ്രചാരകൻ എന്ന അർത്ഥത്തിൽ പ്രവാചകൻ എന്ന് പറയാറുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യത്വത്തിൻ്റെ പ്രചാരകനായി മഹാനായ ശൈഖുന ഉസ്താദ് അവർകൾ മാറിയത് എങ്ങനെയാണ്? അവിടുന്ന് പരിശുദ്ധ ഖുർആൻ ദർസ് നടത്തുന്നത് കൊണ്ടാണ്, ഖുർആൻ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. ആ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങളെല്ലാം മനുഷ്യർക്കൊപ്പമാണ്. ഞാൻ കൂടുതലായി പറയുന്നില്ല. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഖുർആൻ പറയാണ്, അതെ, വലാ യജിരിമന്നക്കും ശനആനു ഖൗമിൻ
അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി അൽ മസ്ജിദുൽ ഹറാം, മക്കയിലെ പള്ളിയാണ്. അതിന് എത്ര ലക്ഷമാണ് അതിന് പ്രതിഫലം ലഭിക്കുന്നത് അവിടെയുള്ള സൽക്കർമ്മങ്ങൾക്ക്. ആ മക്ക എന്ന പ്രദേശത്തിന് തന്നെ 1,00,000 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന വിധത്തിലുള്ള പവറുണ്ട്. ആ അൽ മസ്ജിദുൽ ഹറാമിനെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ലല്ലോ. ആ അൽ മസ്ജിദുൽ ഹറാം എന്ന പള്ളി അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കഅബ പുനർനിർമ്മാണം നടത്തിയതാണ്. അതിനു മുമ്പുള്ള പ്രവാചകർ, അതിനു മുമ്പുള്ള മലക്കുകൾ, അങ്ങനെ പലരും അത് നിർമ്മിച്ചതാണ്. ആ നിർമ്മിക്കപ്പെട്ട മസ്ജിദുൽ ഹറാം എന്ന പള്ളി അവിടെ കയറാൻ പാടില്ല, അവിടെ കയറി നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞവരായിരുന്നു മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾ. ആ അവിശ്വാസികൾ അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും നേരത്തെ ആരോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ അങ്ങേയറ്റത്തെ ക്ഷമയും നയവും സ്വഭാവവും കാരണത്താൽ മറ്റുള്ളവരെല്ലാം ഉസ്താദിന്റെ മുന്നിൽ തോറ്റുപോകുന്നു എന്ന് നേരത്തെ ഇവിടെ ഏതോ ഒരു പ്രസംഗത്തിൽ കേട്ടത് ഞാൻ ഓർക്കുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ സ്വഭാവത്തിന്റെ മുമ്പിൽ വലിയ വലിയ ശത്രുക്കൾ അവർ ഉറ്റമിത്രങ്ങളായി മാറുകയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ജന്മനാട്ടിൽ അവിടുന്ന് ഭരണം ലഭിച്ചപ്പോൾ, സ്വന്തം ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ സ്വാഭാവികമായും പള്ളി തടഞ്ഞു വെച്ചവരോട് ഒരു വിരോധമുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. ഖുർആനോട് പറഞ്ഞ ആശയം നോക്കൂ നിങ്ങൾ. അത് ഓതിത്തന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വലാ യജ്രിമന്നകും സനആനു ഖൗമിൻ, ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് വൈരാഗ്യം, വിദ്വേഷം ഉണ്ടാകരുത്. എന്തേ വിദ്വേഷത്തിന് കാരണം? അൻസദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാം, ആ മസ്ജിദുൽ ഹറാം എന്ന പള്ളി നിങ്ങൾക്ക് അവർ തടഞ്ഞു. ആ വകയിൽ അവരോട് നിങ്ങൾക്ക് വൈരാഗ്യം, വിദ്വേഷമുണ്ടാകരുത്. അൻതഅ്തദൂ, അതിന്റെ പേരിൽ നിങ്ങൾ അവരെ ആക്രമിക്കരുത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും ഉദാത്തമായ, ഉത്കൃഷ്ടമായ, ഏറ്റവും ഉയർന്ന സ്വഭാവം, ഈ സ്വഭാവത്തിലേക്ക് സർവജനങ്ങളും വരാനൊരുങ്ങിയാൽ ഇവിടെ എല്ലാവരും മനുഷ്യർക്കൊപ്പമാകും. അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ പറയാണ്, നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ നയം എന്തായിരിക്കണം? വതആവനു അലൽ ബിർരി വത്തഖ്വാ, നിങ്ങൾ പരസ്പരം സഹകരിക്കണം, സ്നേഹിക്കണം. അലൽ ബിർ, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നതിൽ സഹകരിക്കണം. നിങ്ങൾ സ്വന്തത്തിൽ പുണ്യം ചെയ്യുന്നതിൽ സഹകരിക്കണം, മറ്റുള്ളവർ പുണ്യം ചെയ്യുന്നതിൽ സഹകരിക്കണം. നിങ്ങൾ കണ്ടില്ലേ മറ്റൊരു സ്ഥലത്ത് ഖുർആൻ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് പുണ്യം ലഭിക്കാൻ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിക്കേണ്ട ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് കൈമാറുക, അതിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണം. ഇവിടെ സദഖ ഫണ്ട് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്തില്ലേ? അതേ, അത് നല്ല കാര്യമാണ്. പാവപ്പെട്ടവരെ സഹായിക്കാനാണ്, കണ്ണീരൊപ്പാനാണ്. അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്താനാണ്. അങ്ങനെ തുടങ്ങി അത് ഞാനിപ്പോൾ എണ്ണി പറയുന്നില്ല. നമ്മൾ നേരത്തെ കേട്ടതും കണ്ടതുമാണല്ലോ അതിന്റെ മോഡൽ. ഓ സുഹൃത്തുക്കളെ, വതആവനു, നിങ്ങൾ പരസ്പരം സഹകരിക്കണം. അലൽ ബിർരി വത്തഖ്വാ, നന്മയിൽ സഹകരിക്കണം. വത്തഖ്വാ, ഭക്തിയിൽ സഹകരിക്കണം, സൂക്ഷ്മതയിൽ സഹകരിക്കണം. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിൽ സഹകരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റായ കാര്യത്തിൽ പരസ്പരം സഹകരിക്കരുത്. വൽ ഉദ്വാൻ, ജനങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്നതിൽ സഹകരിക്കരുത്. എത്ര വിശാലമായ കാഴ്ചപ്പാടാണ് പരിശുദ്ധ ഖുർആൻ. ഇവിടെ മനുഷ്യത്വം നിലനിൽക്കാൻ വേണ്ടി മനുഷ്യർക്കൊപ്പം നിൽക്കുമ്പോൾ സ്വീകരിക്കേണ്ട നയം ഖുർആൻ എത്ര വിശാലമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതേ, മനുഷ്യന് വലിയ ബഹുമതി ഉണ്ടെന്ന് പഠിപ്പിച്ച ഖുർആൻ
ആ മനുഷ്യൻ സ്വീകരിക്കേണ്ട നയം ഏതാണെന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. കാരണം എന്തേ? ഖുർആൻ ഇറക്കിയത് ലോകസട്ടാവായ അള്ളാഹുവാണ്. ആ ലോകസട്ടാവായ അള്ളാഹു തന്നെയാണ് മുസ്ലിമിനെയും ഹൈന്ദവനെയും ക്രൈസ്തവനെയും ബുദ്ധനെയും ജൈനമതക്കാരനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും പാവപ്പെട്ടവനെയും പണക്കാരനെയും പുരുഷനെയും സ്ത്രീയെയും കുട്ടിയെയും വലിയവരെയും പ്രായമുള്ളവരെയും എല്ലാവരെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് ആവശ്യമുള്ളതൊക്കെ നൽകി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ലോകസട്ടാവായ അല്ലാഹ്. നമ്മൾ മുസ്ലിമീങ്ങൾ ഏത് കാര്യം തുടങ്ങുമ്പോഴും തുടക്കത്തിൽ നല്ല കാര്യമാകുമ്പോ നമ്മൾ പറയുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആൻ തന്നെ ആദ്യമായി ഇറങ്ങിയ ആയത്ത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് വായിക്കണം എന്നാണല്ലോ. വായിക്കണം, വളരണം, അത് അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ടായിരിക്കണം. ആ അള്ളാഹുവിന്റെ പേര് സുഹൃത്തുക്കളെ, അതിൽ നമ്മൾ പറയുന്നത് എന്താണ്? ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു, ബറക്കത്തെടുക്കുന്നു. അർ റഹ്മാൻ, അള്ളാഹു റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആ വലിയ നാമത്തിന്റെ വിശാലമായ അർത്ഥം എത്രയാണെന്ന് പറയാനൊക്കുമോ? അതേ, ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ലോകസട്ടാവിനെ അംഗീകരിക്കുന്നവനും അവനെ തള്ളിപ്പറയുന്നവനും എന്നല്ല പടച്ചവനില്ല എന്ന് ഉറക്കെ പറഞ്ഞ് പടച്ചവനെ ചീത്ത വിളിക്കുന്നവനും ലോകസട്ടാവായ അള്ളാഹുവിനെ നിന്ദിക്കുന്നവനും അവന് കൂട്ടുകാരുണ്ടെന്ന് പറയുന്നവരും അതേപോലെ അവന് അനുയോജ്യമല്ലാത്ത വിശേഷണങ്ങൾ ചാർത്തി കൊടുക്കുന്നവനും അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടോ, അവൻ പഠിപ്പിച്ച സുന്ദരമായ ആശയം അംഗീകരിക്കാതെ അതിനോട് ശത്രുത വെക്കുന്നവനും ഏത് കക്ഷിയാണെങ്കിലും അവർക്കെല്ലാവർക്കും വിശാലമായ ഗുണം ചെയ്യുന്നവൻ, വിശാലമായ കാരുണ്യം ചെയ്യുന്നവൻ, അതല്ലേ അർ റഹ്മാൻ എന്ന ആ മഹത്തായ നാമം കുറിക്കുന്ന അർത്ഥം തന്നെ. എല്ലാവർക്കും വിശാലമായ കാരുണ്യം. പടച്ചവനില്ലെന്ന് പറഞ്ഞ് പടച്ചവനെ ചീത്ത പറഞ്ഞ് ഒരു മനുഷ്യൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗിക്കുന്ന സമയത്തും അവന് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹ്. അവന്റെ ഹാർട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നവനാണ് അല്ലാഹ്. അവന്റെ ബ്രെയിന് വർക്ക് ചെയ്യിപ്പിക്കുന്നവനാണ് അല്ലാഹ്. അവന്റെ കരള് അത് വർക്ക് ചെയ്യിപ്പിക്കുന്നവനാണ് അല്ലാഹ്. അവന്റെ കിഡ്നി വർക്ക് ചെയ്യിപ്പിക്കുന്നവനാണ് അല്ലാഹ്. ആ സംസാരത്തിനുള്ള ശേഷി കൊടുക്കുന്നവനാണ് അല്ലാഹ്. ആകയാൽ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന റബ്ബ് അവനെ ചീത്ത പറയുന്നവർക്ക് പോലും കാരുണ്യം ചെയ്യുന്നു. എല്ലാവർക്കും ഈ ഭൂമി ലോകത്ത് കാരുണ്യം ചെയ്യുന്നു. അങ്ങനെയാണ് അവന്റെ നയം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, അവൻ മനുഷ്യരെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? അതേ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു രോഗി, നേരത്തെ ആശുപത്രിയുടെ ദയനീയാവസ്ഥയൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, ആ ആശുപത്രിയിൽ കിടക്കുന്ന രോഗിക്ക് ഒരു രക്തം ആവശ്യമായി വന്നാൽ അവിടെ പടച്ചവൻ വെച്ച നയം എന്താണ്? അവൻ വെച്ച രീതി എന്താണ്? ആ രക്തം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിനോട് യോജിക്കണം എന്നല്ലാതെ ആ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗപ്പെടുന്ന രക്തം അദ്ദേഹത്തിന്റെ മതത്തിൽപ്പെട്ടവൻ്റെതായിരിക്കണം എന്ന് പടച്ചവനൊരു നിയമം വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് മതക്കാരന്റെയും രക്തമെടുത്ത് ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയും, അല്ലേ? ഇതേപോലെ ചിലപ്പോൾ ഹാർട്ട് മാറ്റിവെച്ചാലും കിഡ്നി മാറ്റിവെച്ചാലും അതേപോലെ കരള് മാറ്റിവെച്ചാലും മറ്റേതെങ്കിലും അവയവങ്ങൾ മാറ്റിവെച്ചാലും അവിടെ ഏത് വിശ്വാസക്കാരൻ ഏത് വിശ്വാസമില്ലാത്തവൻ എന്ന വ്യത്യാസമില്ലാതെ മനുഷ്യന് അനുയോജ്യമായതാണെന്ന് ഡോക്ടർമാര് കണ്ടെത്തിയാൽ വേറെ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാഗം ഈ മനുഷ്യന് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ മനുഷ്യന് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്നത് കാണുന്നവരല്ലേ നമ്മൾ. ഈ മനുഷ്യനെങ്ങനെ പരസ്പരം കലഹിക്കാനും പരസ്പരം ശണ്ട കൂടാനും പരസ്പരം വർഗീയത കാണിക്കാനും പരസ്പരം വെറുക്കാനും വെറുപ്പുണ്ടാക്കാനും ആക്രമിക്കാനും അനീതി കാണിക്കാനും
അഴിമതി നടത്താനും മാത്രം ഈ മനുഷ്യനെങ്ങനെയാണ് അധപ്പതിച്ചു പോകുന്നത് എന്നതല്ലേ മനുഷ്യ സമൂഹം ഒന്നായി ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന ലോകസട്ടാവ് വിവേചനം വെക്കാതെ എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി പടച്ചു തന്ന ഈ ഭൂമി, ആ ഭൂമിയെ കുറിച്ച് അവൻ തന്നെ പ്രഖ്യാപിച്ചു, വൽ അർള വദഅഹാ ലിൽ അനാം. ഈ ഭൂമി മനുഷ്യന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളതാണ്, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചു എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചു എന്നല്ല പറഞ്ഞത്. ഭൂമി മനുഷ്യന് വേണ്ടിയുള്ളതാണ്. വാസ്തവത്തിൽ നമ്മൾ അതേ പഞ്ചായത്ത് അല്ലെങ്കിൽ താലൂക്ക്, ജില്ല, സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം എന്നൊക്കെ പറയുന്ന വേലിക്കെട്ടുകളുണ്ടല്ലോ, വിവേചനങ്ങളുണ്ടല്ലോ, അത് മനുഷ്യൻ സ്ഥാപിച്ചതാണ്. അതേ സമയത്ത് അള്ളാഹു സ്ഥാപിച്ചത് മനുഷ്യർക്ക് ഭൂമി, വൽ അർള വദഅഹാ ലിൽ അനാം. മനുഷ്യർക്ക് അല്ലാഹു തആല ഭൂമിയെ സ്ഥാപിച്ചു തന്നു. ആ ഭൂമിയിൽ ചിലർ അധികാരത്തിലെത്തുമ്പോൾ അവർ ആ ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യനെ അനുവദിക്കാതിരിക്കുന്നു, മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നു. ഇത് വാസ്തവത്തിൽ എന്താണ് മനുഷ്യത്വമെന്നും എന്താണ് സട്ടാവിനോടുള്ള കടപ്പാടെന്നും ചിന്തിക്കാത്തതിന്റെ പേരിലല്ലേ സംഭവിക്കുന്നത്. അതിലേക്ക് മനുഷ്യൻ പോകുന്നതിന്റെ കാരണം എന്താണ്? അതുകൊണ്ടല്ലേ അതേ മനുഷ്യൻ 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 എന്ന വാചകം ആവർത്തിച്ചു പറഞ്ഞ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. അതേ മനുഷ്യന്റെ അധിപനായ, മനുഷ്യന്റെ സട്ടാവായ, മനുഷ്യന്റെ ആരാധ്യനായ ആ അള്ളാഹുവിനോട് കാവലി ചോദിക്കാൻ പഠിപ്പിക്കുകയാണ് ഖുർആനിന്റെ അവസാനത്തെ സൂറത്ത്. ആരിൽ നിന്നാണ് കാവലി ചോദിക്കേണ്ടത്? മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അതേ അനാവശ്യമായ ചിന്തകൾ ഇട്ടുകൊടുക്കുന്നവർ, അനാവശ്യമായ ആശയങ്ങൾ ഇട്ടുകൊടുത്ത് നേർക്ക് നേരെ ചിന്തിക്കുന്ന മനുഷ്യനെ പിഴപ്പിച്ചു കളയുന്നവർ. മിനൽ ജിന്നതി വന്നാസ്. അത് ജിന്ന് വർഗത്തിലുമുണ്ട്, മനുഷ്യവർഗത്തിലുമുണ്ട്. മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അനാവശ്യമായ ചിന്തകൾ ഇട്ടുകൊടുത്ത് മനുഷ്യനെ പിഴപ്പിക്കുന്ന സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ നാശത്തിൽ നിന്ന് കാവല് ചോദിക്കാൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നേരത്തെ മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ അതേ ഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ 3 വിഭാഗത്തെ അതിന്റെ തുടക്കത്തിൽ തന്നെ വിവരിക്കുകയുണ്ടായി. അതിലൊന്ന് അതേ സത്യവിശ്വാസികളാണ്, മറ്റൊന്ന് ആ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളാണ്, മൂന്നാമത്തെ വേറൊരു കക്ഷി അവർ ബഹുദൈവ വിശ്വാസികളല്ല, അതേ സമയത്ത് സത്യവിശ്വാസികളുമല്ല. മറിച്ച് ഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, അവര് വിശ്വസിച്ചു എന്ന് പറയും. വമിനന്നാസി, മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗമാണ്. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. അവർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയും, അന്ത്യനാളിൽ വിശ്വസിച്ചു എന്ന് പറയും. പക്ഷേ വമാ ഹും ബിമുഅ്മിനീൻ, അവർ യഥാർത്ഥത്തിൽ വിശ്വസിച്ചവരല്ല. അവരുടെ മനസ്സിൽ യഥാർത്ഥ വിശ്വാസം കടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാപ്പട്യം നടിച്ച് മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന കക്ഷികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു ഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, അവരോട് പറയപ്പെട്ടാൽ അതേ ശുദ്ധജനങ്ങളായ ഏറ്റവും നല്ലവരായ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ. അതാരാണ്? പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞില്ലേ, ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈക അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. മനസ്സിനെ ഭക്തിക്ക് വേണ്ടി ലോകസട്ടാവായ അല്ലാഹു സെലക്ട് ചെയ്തിട്ടുള്ള മഹാന്മാർ അവരാണ് സഹാബികൾ എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരാണവർ. ആ ശിഷ്യന്മാര് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞങ്ങളും വിശ്വാസികളാണെന്ന് പറയുകയും അതേസമയത്ത് ഉള്ളിൽ വിശ്വാസമില്ലാതെ നടക്കുകയും ചെയ്യുന്ന കപട വിശ്വാസികളോട് പറയപ്പെട്ടാൽ, ശൈഖുനാ അവர்கள் തന്നെ നേരത്തെ സംസാരിക്കുമ്പോൾ അവിടെ ബഹുദൈവ വിശ്വാസികളെന്ന് വാക്ക് മാറിപ്പോയത് ഉണർത്തുകയുണ്ടായി. ഓ സഹോദരന്മാരെ, ആ കപട വിശ്വാസികളോട് പറയപ്പെട്ടാൽ ഖാലു, അവരെന്താ ചെയ്യുന്നത്?
അവർ സത്യവിശ്വാസികളായ, നല്ല വിശ്വാസികളായ, സംശുദ്ധരായ ആളുകളെ നിന്ദിക്കുകയാണ്, അവരെ പരിഹസിക്കുകയാണ്. അങ്ങനെയാണ് ഖാലൂ അനുമിനു കമാ ആമന സുഫഹാ. അതേ, അവര് വിഡ്ഢികളാണ്, അവര് പോയത്തക്കാരാണ്, വിവരമില്ലാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് നല്ലവരായ ജനങ്ങളുടെ പേരിൽ മോശമായ ആരോപണം പറഞ്ഞ് കാര്യം തിരിയാത്തവർ എന്ന് ആക്ഷേപിക്കുകയാണ് എന്ന് ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പറയുന്നു, അലാ, അറിയണം, ഇന്നഹും ഹുമുസ് സുഫഹാ, ആ മഹാന്മാരെ പിന്തുടരാൻ ഭാഗ്യമില്ലാത്തവരാരോ അവരാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ കേട്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ മാർക്ക് ചെയ്യുകയാണ്. ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരായ ആ സഹാബികൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രയാണ് ബഹുമാനിച്ചത്, എത്രയാണ് ആദരിച്ചത്. സുബ്ഹാനല്ലാഹ്. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ്, ആ കണ്ണ് ചൂഴ്ന്ന് അതേ യുദ്ധത്തിൽ അത് പുറത്തേക്ക് ഒലിച്ചിറങ്ങിപ്പോയപ്പോൾ ഖതാദ റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നു, ഈ കണ്ണ് തലസ്ഥാനത്ത് വെച്ച് എന്റെ കണ്ണ് ശരിപ്പെടുത്തി തരാൻ അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല മുഅ്ജിസത്ത് കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു. അസാധാരണമായ മാർഗത്തിലൂടെ എന്റെ കണ്ണ് ശരിപ്പെടുമെന്ന് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നു. അങ്ങനെ ഖതാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണ്ണ് ശരിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നബി തങ്ങൾ മുഅ്ജിസത്ത് മുഖേന അസാധാരണ മാർഗത്തിലൂടെ കണ്ണ് ശരിപ്പെടുത്തി കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അങ്ങനെ എത്ര സംഭവങ്ങളാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത മറ്റൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് അതിന് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. പരിഹാരത്തിന് പടച്ചവനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന അന്ധവിശ്വാസം ഒരു സഹാബിക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുണ്ട് ചിലര്, സഹായം ചോദിക്കൽ പടച്ചവനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നവര്. അവരോട് പറയട്ടെ, അവർ ഖുർആൻ ഒന്ന് മറിച്ചു നോക്കിയാൽ അവരുടെ ആ അന്ധവിശ്വാസം തിരുത്തേണ്ടി വരും. ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇനിസ്തൻസറൂകും ഫിദ്ദീനി ഫഅലൈകുമുൻ നസ്ർ. നിങ്ങളോട് സഹായം ചോദിച്ചാൽ നിങ്ങൾ സഹായം നൽകണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? സഹായം ചോദിക്കാൻ പാടില്ലെന്നല്ലല്ലോ പറഞ്ഞത്. ഇതേപോലെ അള്ളാഹു തന്നെ കൂനു അൻസാർ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹുവിനെ സഹായിക്കുന്നവരാകണം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അള്ളാഹു തന്നെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അള്ളാഹു തന്നെ സഹായിക്കാൻ ആവശ്യപ്പെട്ടാൽ സഹായം നൽകണമെന്ന് പറഞ്ഞില്ലേ? അതേ സമയത്ത് എല്ലാ സഹായവും അള്ളാഹുവിങ്കിൽ നിന്നാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണ് സർവ്വ സഹായങ്ങളും. പക്ഷേ അതവന്റെ സൃഷ്ടികൾ മുഖേന അള്ളാഹു തആല നൽകുകയാണ് എന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. അങ്ങനെ ആ സഹായം ലഭ്യമാകാൻ ഖതാദ റളിയല്ലാഹു അൻഹു മാത്രമല്ല, വേറെ ഒരാൾ വന്ന് പറയാണ്, എന്റെ കണ്ണിന് കാഴ്ച വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കാൻ പ്രയാസമുണ്ട്, എനിക്ക് സ്വർഗം കിട്ടണം, കണ്ണിന് കാഴ്ചയും വേണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ നന്നായി ഒതുവെടുത്ത് 2 റകഅത്ത് നിസ്കരിക്കുക. ഒതുവെടുത്താൽ തെറ്റുകൾ കഴുകിപ്പോകും. അങ്ങനെ ഹദീസിലുണ്ട്. ആദ്യം തന്നെ ഒന്ന് ശുദ്ധിയാകാനാണ് പറയുന്നത്. അങ്ങനെ ഒതുവെടുക്കുക. അതിന്റെ ശേഷം നിങ്ങൾ നന്നായി 2 റകഅത്ത് നിസ്കരിക്കുക. കണ്ണിന് കാഴ്ച കിട്ടാൻ നിസ്കരിച്ചിട്ടെന്താ കാര്യം എന്നാരും ആലോചിക്കല്ല കേട്ടോ. ലോകത്തെല്ലാം കൊടുക്കുന്ന റബ്ബ് അള്ളാഹുവാണ്. അവൻ വെച്ച കാരണങ്ങൾ, അവൻ വെച്ച നിമിത്തങ്ങൾ പലതാണ്. അതിൽ പ്രവർത്തനങ്ങളുണ്ട്, അതിൽ മന്ത്രങ്ങളുണ്ട്, അതിൽ തന്ത്രങ്ങളുണ്ട്, അതിൽ ചികിത്സകളുണ്ട്, അതിൽ സഹായം തേടലുണ്ട്, അതിൽ തവസ്സുലുണ്ട്, അതിൽ ബറക്കത്തുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അല്ലാഹു തആല നിമിത്തമായി വെച്ചിട്ടുണ്ട്. 2 റകഅത്ത് നിസ്കരിക്കുന്നു ആ പറയുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്, ക്ഷമ കൊണ്ട് സഹായം തേടുക, നിസ്കാരം കൊണ്ട് സഹായം തേടുക. അദ്ദേഹം 2 റകഅത്ത് നിസ്കരിക്കുന്നു. അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അള്ളാഹുവിന്റെ റസൂല് കൽപ്പിക്കുന്നു. അതാണല്ലോ ആ നിസ്കാരത്തിന്റെ ശേഷം അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, വഅതവജ്ജഹു ഇലൈക നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു, ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നിന്റെ നബിയെ അടയാളനാക്കി ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു. നബിയ്യിർ റഹ്മ, അത് കാരുണ്യത്തിന്റെ നബിയാണ്. ആ നബി മുഖേനയാണ് കാരുണ്യം ലഭിക്കുന്നത്. കാരുണ്യത്തിന്റെ നബിയാണ്. ആ നബിയെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു അല്ലാ. അത് പറഞ്ഞിട്ട് പിന്നെന്താ വേണ്ടത്? പിന്നെ നബിതങ്ങളെ നേരിൽ വിളിച്ച് ഇസ്തിഗാസ ചെയ്യണം. അതാണ് നബിതങ്ങൾ പഠിപ്പിക്കുന്നത്. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഓ മുഹമ്മദ് നബിയേ. ഞാൻ അങ്ങയെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണത്? അതേ, ഞാൻ ചോദിച്ചത് അന്തഖ്ളിയലി, അവിടുന്ന് എന്റെ ആവശ്യം നിർവഹിച്ചു തരാനാണ്. അല്ലെങ്കിൽ ഔലി തുഖ്ലാലി, രണ്ട് വിധത്തിലും അവിടെ റിപ്പോർട്ട് കാണാം. ഔലി തുഖ്ലാലി, അല്ലെങ്കിൽ എന്റെ ആവശ്യം നിർവഹിച്ച് കിട്ടാനാണ് ഞാൻ അങ്ങയോട് പറയാണ്. ശേഷം എന്തിനാണിത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടാനാണ്. നബി തങ്ങൾ പല വിധത്തിലും ഇടപെടാറുണ്ട്. ചിലപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങിക്കൊടുക്കുന്നത് ഒരു ഇടപെടലാണ്. നബി തങ്ങൾ ഡയറക്റ്റ് അള്ളാഹു നൽകുന്ന കഴിവിനാൽ കാര്യം സാധിപ്പിച്ചു കൊടുക്കൽ വേറെ ഒരു ഇടപെടലാണ്. എല്ലാം ഇടപെടൽ തന്നെയാണ്. ഇടപെടലിനെ ആരും ചുരുക്കി കാണാൻ പാടില്ല. ഓ സഹോദരന്മാരെ, അതുകൊണ്ട് നബിയെ ലിതഖ്ളിയലി, തങ്ങൾ എന്റെ ആവശ്യം നിർവഹിച്ചു തരാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാലി ഔ ലിതഖ്ലിയലി. അത് പറഞ്ഞ ഉടനെ വീണ്ടും പറയാൻ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഫസഫിഹു ഫിയ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യവർത്തിയാകും. അങ്ങനെ മധ്യവർത്തിയില്ല എന്നാരും പറയരുത്. അല്ലാഹുമ്മ ഫസഫിഹു, ആ നബിയെ നീ മധ്യവർത്തിയാക്കണേ, ഫിയ, എന്റെ ഈ വിഷയത്തിൽ എന്നുകൂടി അള്ളാഹുവിനോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ മാറ്റം വരുത്താതെ അത് ചെയ്യുന്നു. അദ്ദേഹം എഴുന്നേൽക്കുന്നു. വഖദ് അബ്സറ, അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച കിട്ടിപ്പോയി. ഈ ഹദീസ് സഹീഹാണെന്ന് പറയാത്ത വല്ല പണ്ഡിതന്മാരുമുണ്ടോ? ഈ ഹദീസിനെ നിഷേധിച്ച ഏതെങ്കിലും പണ്ഡിതന്മാരുണ്ടോ? സുഹൃത്തുക്കളെ, 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഒരാളായ 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഇമാം ബുഖാരിയുടെ ഗുരുവര്യരാണ്. മഹാനവറുകൾ ഈ ഹദീസ് 1-ലധികം സ്ഥലത്ത് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തില്ലേ? അതുപോലെ ഇമാം തിർമിദിയും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്തില്ലേ? ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പറയാത്ത ഏതെങ്കിലും ഒരു പണ്ഡിതനുണ്ടോ? ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് തേടാനും നബി തങ്ങളെ അടയാളനാക്കി പടച്ചവനോട് ദുആ ചെയ്യാനും എല്ലാം പഠിപ്പിക്കപ്പെട്ടതല്ലേ? അത് സഹാബത്ത് ചെയ്തതല്ലേ? ആമിനൂ കമാ ആമനന്നാസ്, ആ സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം എന്ന് പറയപ്പെടുമ്പോൾ അവര് വിഡ്ഢികളാണ്, അതിന് ഞങ്ങൾ കിട്ടൂല എന്ന് പറയുന്നവർ അവര് ശരിയായ വിശ്വാസികളല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇത് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആശയമാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സഹാബത്തിന് 100% പിന്തുടർന്നു. സഹാബത്ത്, ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് പിന്തുടർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ ജുമഅ നിസ്കരിച്ചിട്ടില്ല. ജുമഅ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല. ആ നബിയെ പിന്തുടർന്നുകൊണ്ടാണ് സഹാബത്ത് ലോകം മുഴുക്കെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചപ്പോൾ അറബിയിൽ മാത്രം ഖുതുബ ഓതി ജുമഅ നിസ്കരിച്ച് പഠിപ്പിച്ചത്. ആ സഹാബത്ത് നിങ്ങൾ നോക്കൂ, അവിടെ ഗോതമ്പായിരുന്നു സക്കാത്ത് കൊടുത്തിരുന്നതെങ്കിൽ കേരളത്തിലെത്തിയപ്പോൾ ഫിത്ർ സക്കാത്ത് ഗോതമ്പ് കൊടുക്കണമെന്ന് അവർ വാശി പിടിച്ചിട്ടില്ല. ഇവിടുത്തെ ധാന്യമായ അതേ പ്രധാന ധാന്യമായ അരി കൊടുത്താൽ മതി. പക്ഷേ സമയത്ത് നിസ്കാരത്തിന്റെ ഭാഷ, ബാങ്കിന്റെ ഭാഷ, ഖുതുബയുടെ ഭാഷ, അവിടെ സഹാബത്ത് അവർ അതാ വാശി പിടിക്കുന്ന രൂപത്തിൽ
അവർ പ്രവർത്തിച്ചു കാണിക്കുകയാണ് അറബിയിൽ മാത്രമുള്ള ഖുതുബ. കാരണം നബി തങ്ങൾ പഠിപ്പിച്ചതാണ്, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം, ഞാൻ കൊടുത്ത അതേ ധാന്യം കൊടുക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് നിസ്കാരം അങ്ങനെയല്ല. അതുകൊണ്ട് ആ സഹാബത്ത് മുതൽ 1300 കൊല്ലത്തിനിടയിൽ ലോകത്ത് ഒരു പള്ളിയിലും അറബിയിലല്ലാത്ത ഖുതുബ നടന്നില്ല. അതായിരുന്നു പുതിയ കാവിലെ വാദപ്രതിവാദത്തിൽ. ഞാനന്ന് സ്റ്റേജിലുണ്ട്. മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ചോദിച്ചു, 1300 കൊല്ലത്തിനിടയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയ ഒരു ചരിത്രരേഖ ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ മറുവശത്തുള്ള വ്യക്തി അദ്ദേഹത്തെ പോലുള്ളവരുടെ ചില സംസാരങ്ങളിൽ കുടുങ്ങിപ്പോയ അങ്ങനെ പിഴവ് സംഭവിച്ചു പോയ സാധാരണക്കാർക്ക് ചിന്തിക്കാനുള്ള അവസരം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ മറുപടി 1300 കൊല്ലം കൊള്ളിക്കിഴങ്ങ്, മരക്കിഴങ്ങ് അത് ആരും തിന്നിട്ടില്ലെന്ന് വെച്ച് ഇനി തിന്നുകൂടാ എന്നുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുചോദ്യം. അപ്പോഴാണ് പുതിയ കാവിലെ ജനങ്ങൾ, കമ്മിറ്റിക്കാര് തീരുമാനിച്ചു, ഞങ്ങളെ ഖുതുബ ഏതായിരുന്നാലും കൊള്ളിക്കിഴങ്ങ് പോലെയല്ല. കാരണം കൊള്ളിക്കിഴങ്ങ് പലർക്കും ദഹിക്കൂല, ചിലർക്ക് ഗ്യാസ് ട്രബിളിന് പറ്റൂല. അതേപോലെ തന്നെ കൊള്ളിക്കിഴങ്ങ് തിന്നൽ നിർബന്ധമില്ല, സുന്നത്ത് പോലും ഇല്ല. അത് ഏത് സമയത്തും തിന്നാം, അത് ഇന്ന സമയത്തേ തിന്നാവൂ എന്നില്ല, അതിന് ഒതു വേണമെന്നില്ല, അതിന് ഔറത്ത് മറക്കണമെന്നില്ല, അത് പുരുഷനായിരിക്കണമെന്നില്ല, അത് വെള്ളിയാഴ്ചയാകണമെന്നില്ല. അതുപോലെയല്ലല്ലോ മുസ്ലിമീങ്ങളെ ഖുതുബ. അതുകൊണ്ട് ഈ പള്ളിയിൽ അന്ത്യനാൾ വരെ ഞങ്ങൾ അറബിയിൽ ഖുതുബ നിലനിർത്തുമെന്ന് പ്രതിജ്ഞയെടുത്ത ആ കമ്മിറ്റിയും അതിന്റെ ശേഷമുള്ള കമ്മിറ്റികളും ഇന്നും അവിടെ അറബിയിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ചിലര് ചിലപ്പോൾ ചോദിക്കും, എന്തിനാണ് സംവാദം, എന്തിനാണ് ഖണ്ഡന പ്രസംഗം, എന്തിനാണ് അതേ പരസ്പരം ഇങ്ങനെ? പരസ്പരം അങ്ങനെ ഇല്ലെങ്കിൽ പള്ളികൾ എന്താകും? പള്ളികളിൽ ഇസ്ലാം ഉണ്ടാവില്ല. പിന്നെ പുതിയ ഒരു ഇസ്ലാമിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കും അല്ലേ? അങ്ങനെയല്ലേ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട കോഴിക്കോട്ടെ പള്ളി എങ്ങനെ നഷ്ടപ്പെട്ടു? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട അതേ മുഹീദ്ദീൻ പള്ളി എങ്ങനെ നഷ്ടപ്പെട്ടു? നിങ്ങൾക്കറിയില്ലേ? ടിപ്പു സുൽത്താൻ എ ക്ലാസ് സുന്നി ആയിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്ക് നിസ്കരിക്കാൻ നിർമ്മിക്കപ്പെട്ട പട്ടാളപ്പള്ളി എങ്ങനെ നഷ്ടപ്പെട്ടു? ഞാനിങ്ങനെ നമ്മുടെ ജാഥയിൽ ഇങ്ങനെ വരുമ്പോ പാലപ്പറ്റ എത്തിയപ്പോ അവിടുത്തെ സ്വീകരണം കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം. പാലപ്പറ്റയിലേക്ക് അതേ ഒതായിലേക്ക് പ്രസംഗിക്കാൻ പോകുമ്പോൾ അങ്ങോട്ട് നീങ്ങാൻ വിടാത്തത് കൊണ്ട് അരീക്കോട് വെച്ച് പ്രസംഗിച്ച് തിരിച്ചു പോയ അനുഭവമുള്ളവനാണ് ഞാൻ. അവിടെ പാലപ്പറ്റ എത്തിയപ്പോൾ എന്തോ ഒരു സന്തോഷം. ഓ സുഹൃത്തുക്കളെ, ഈ പ്രസ്ഥാനം ഇവിടെ സത്യം നിലനിർത്താൻ വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ആശയങ്ങൾ പറഞ്ഞ ജനങ്ങളെ പിഴപ്പിക്കുന്നവരിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അതേ മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട്, മനുഷ്യരാരും പിഴച്ചു പോകരുത്, മനുഷ്യരാരെയും പിഴവിലേക്ക് കൊണ്ടുപോകാൻ വിടരുത്. അതുകൊണ്ട് മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് അൽഹംദുലില്ലാഹ് പാലപ്പറ്റയിൽ ഇന്ന് കാണുന്ന, അരീക്കോട് കാണുന്ന, പരിസരങ്ങളിൽ കാണുന്ന, നിലമ്പൂരിൽ കാണുന്ന, ഈ മലപ്പുറം ജില്ലയുടെ പല സ്ഥലങ്ങളിലും കാണുന്ന എല്ലാ സന്തോഷങ്ങളും. അതേസമയത്ത് നമ്മുടെ സംഘടനാ പ്രവർത്തനം ഊർജിതമല്ലാത്ത ഒരു കാലത്ത് നമുക്കറിയാം, ഇതിന്റെ തൊട്ടടുത്ത് വാഴക്കാട്, അവിടെ മഹാനായ ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ അതേ അവിടെ ക്ലാസ് എടുത്തിട്ടില്ലേ? അവരുടെ ഉസ്താദായ കുഞ്ഞഹമ്മദ് ഹാജി അവറുകൾ അവിടെ ക്ലാസ് എടുത്തിട്ടില്ലേ? അതുപോലെ മഹാനായ കണ്യത്ത് ഉസ്താദ് അവറുകൾ അവിടെ ഓതിപ്പഠിച്ചിട്ടില്ലേ? അങ്ങനെ തുടങ്ങി വലിയ വലിയ മഹാന്മാർ അവിടെ പ്രവർത്തിച്ച് മതത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചിരുന്ന, വെറും മത നിയമങ്ങൾ മാത്രമല്ല, അതിന്റെ പുറമെ വേറെയും ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞഹമ്മദ് ഹാജിയെ പോലുള്ളവർ പഠിപ്പിച്ചിരുന്നു. ആ സ്ഥാപനം അതേ ദാറുൽ ഉലൂം ഇന്നെന്തേ യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ കൈവശത്തിൽ ഇല്ലാതെയായി പോയത്? അത് നമ്മുടെ സംഘടനാ പ്രവർത്തനം അന്ന് ഊർജിതമല്ലാത്തത് കൊണ്ടാണ്. ഇനി എന്തിനധികം പറയണം? നിങ്ങൾ നോക്കൂ, ഇവിടെ അതിഥി തൊഴിലാളികളായി വരുന്ന ആളുകൾ, ആ ആളുകളിൽ പലരുടെയും പേര് നല്ല സദഖത്തുള്ള, റഹ്മത്തുള്ള തുടങ്ങിയ പേരാണ്. പക്ഷേ അവരിൽ പലർക്കും ഫാത്തിഹ അറിയില്ല.
നിസ്കാരം അറിയില്ല, ഒതു അറിയില്ല, അങ്ങനെ ഈമാനും ഇസ്ലാമും അറിയില്ല. എന്തേ കാരണം? അവരുടെ സ്റ്റേറ്റുകളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രവർത്തനം ഉണ്ടായില്ല. നമ്മുടെ പണ്ഡിതന്മാരുടെ ഊർജം ചെലവഴിച്ച് ആത്മാർത്ഥമായി മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. അതിന്റെ പേരിൽ അവരുടെ ഒരു അവസ്ഥ അങ്ങനെയായിപ്പോയതിൽ ഏറ്റവും മനസ്സ് വേദനിക്കുന്നവരാണ് നാം. അതുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മുടെ സംഘടനകൾ വളർത്തൽ, നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം സുന്നി ജമീയത്തുൽ മുഅല്ലിമീനും SMA-യും അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴിലുള്ള മുഴുവൻ സംഘടനകളും വളർത്തുകയെന്നത് ഫർള് കിഫ മാത്രമല്ല, ഫർള് ഐനാണെന്ന് പറഞ്ഞാൽ തെറ്റാവൂല. അവനവന് മാത്രം അത് പ്രവർത്തിച്ചാലേ കഴിയൂ എന്ന അവസ്ഥ വരുമ്പോ എല്ലാവരും അതിൽ പ്രവർത്തകരാകണം. ഒരിക്കലും തന്നെ നമ്മൾ ആരെങ്കിലും പറയുന്ന ഫിത്നകൾ കേട്ട്, ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും ആശയങ്ങൾ കേട്ട് സംഘടനയെ തെറ്റിദ്ധരിച്ച് പോകരുതെന്നും, അങ്ങനെ തെറ്റിദ്ധരിച്ച് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ടു പോയാൽ നരകത്തിൽ ഒറ്റപ്പെട്ടു പോകാനാണത് നിമിത്തമാവുക. അതുകൊണ്ട് അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഈ കൂട്ടായ്മയുടെ കൂടെ നിൽക്കണമെന്ന ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം നേരത്തെ ഇവിടെ ഉസ്താദ് അവറുകളുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചും ഉസ്താദിന് അല്ലാഹു കൊടുത്ത ഭാഗ്യത്തെക്കുറിച്ചും ആരോ സംസാരിക്കുന്നത് കേട്ടു. എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം? അതിന്റെ പിന്നിലുള്ള രഹസ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതെന്താണ്? സലാസുൻ ലാ യഖില്ലു അലൈഹിന്ന ഖൽബു മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ഹൃദയം പിഴച്ചു പോകില്ല, തെറ്റിപ്പോകില്ല. 3 കാര്യം വേണം. അതെന്താണ്? ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. വന്നസീഹത്തു ലിൽ മുസ്ലിമീൻ, അതേ ജനങ്ങൾക്ക് ഗുണം ഉദ്ദേശിക്കുക. അതിൽ എല്ലാ ജനങ്ങൾക്കും ഗുണം ചെയ്യുന്ന മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ചും ഗുണം ഉദ്ദേശിക്കുക. അതിന്റെ കുറവ് വലസൂം ജമാഅത്തിഹിം, മുസ്ലിം കൂട്ടായ്മ, അതാണ് സുന്നത്ത് ജമാഅത്ത്. അത് മുറുകെ പിടിക്കുക. ഫഇന്ന ദഅവതഹും തുഹീതു മിൻ വറാഇഹിം, അങ്ങനെ വരുമ്പോൾ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഇന്ന് മാത്രമുള്ള ജനങ്ങളല്ല, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇന്ന് വരെയുള്ളവരാണ് സുന്നത്ത് ജമാഅത്ത്, ഇന്ന് വരെയുള്ള മഹാന്മാരാണ് സുന്നത്ത് ജമാഅത്ത്. അവരുടെ പ്രാർത്ഥന കാവലിനുണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ഹദീസ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബ് റിസാലയിൽ ഉദ്ധരിച്ചതായി കാണാം. ആ പ്രാർത്ഥനയാണ് ശൈഖുനയുടെ കരുത്ത്, ശൈഖുനയുടെ തിരിച്ചുവരവ്. എന്ത് പേര് പറഞ്ഞാലും ആ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന, എല്ലാവർക്കും ഞാനും അതിൽ പങ്കെടുക്കണമെന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നത് ഈ 3 കാര്യം മുറുകെ പിടിച്ചത് കൊണ്ടാണ്. അത് മുറുകെ പിടിച്ച് സംഘടനാ പ്രവർത്തനങ്ങളുമായി നമ്മുടെ പ്രവർത്തകന്മാർ, നമുക്ക് വിശ്രമമില്ല. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനമടക്കം നമ്മുടെ കർത്തവ്യത്തിലായി ഉണ്ട്. ഇവിടെ അരീക്കോട് വന്ന് മലപ്പുറം ജില്ലയിലെ 2 സ്ഥലത്ത് സ്വീകരണം കൊടുക്കുന്നതിൽ ഒരു സ്വീകരണ സ്ഥലമായ ഈ അരീക്കോട് വന്ന് ഈ ജനപ്രവാഹം കണ്ടപ്പോൾ നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ സമ്മേളനം എവിടെ നടത്തും അല്ലാഹ് എന്ന ചിന്തയിലാണ് പ്രവർത്തകരായ ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സജീവമായ സംഘടനാ പ്രവർത്തനങ്ങൾക്കുണ്ടാകണമെന്നും അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം, അല്ലാതെ വേറെ ഒരു ലക്ഷ്യവും ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മൻകാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി വമൻകാന യുരീദു ഹർസദ് ദുനിയാ നൂതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. ദുനിയാവിലെ കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ ആഖിറത്തിൽ അവനൊന്നും കിട്ടൂല. അതേസമയം ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, അവിടെയാണ് മനുഷ്യന്റെ വിജയം എന്ന് ഈ സമയത്ത് ഖുർആനിലെ അധ്യാപനം നിങ്ങളെ ഓർമ്മപ്പെടുത്തി.